ഇനി മുടി നരയ്ക്കുമെന്ന പേടിയല്ല. ചെറുപ്പം മുതൽക്കേ ഇവ ശീലമാക്കൂ. നരയ്ക്കാത്ത മുടി നിങ്ങൾക്കും സ്വന്തം. നമസ്കാരം, ഞാൻ ഡോക്ടർ ആര്യസ് ദർശൻ. 60 കഴിഞ്ഞിട്ടും ഒരു മുടി പോലും നരയ്ക്കാത്ത എൻ്റെ അമ്മയുടെ ഒരു ഔഷധക്കൂട്ടാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിനായി നമ്മുടെ പറമ്പിൽ നിന്നൊക്കെ തന്നെ ഉള്ള കുറച്ച് ഔഷധ സസ്യങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിന് പല ഘടകങ്ങളുണ്ട്. നല്ല ആരോഗ്യമുള്ള അല്ലെങ്കിൽ കറുപ്പ് നിറമുള്ള മുടി കിട്ടാനായിട്ട് ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിൽ പ്രധാനമായവയാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം. ബയോട്ടിൻ, പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളമായി കഴിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെയാണ് പാരമ്പര്യവും ഒരു ഘടകമാണ്. ഇവക്കെല്ലാം പുറമെ നാം തലയിൽ തേക്കുന്ന എണ്ണ പോലും പ്രാധാന്യമുള്ളതാണ്. ഇവിടെ ഞാൻ ഒരു കാച്ചെണ്ണയാണ് പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ പറമ്പിലൊക്കെ കാണുന്ന കുറച്ച് ഔഷധ സസ്യങ്ങളാണ് ഞാൻ ഈ കാച്ചെണ്ണ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. അവ ഏതൊക്കെയെന്ന് നമുക്ക് പരിചയപ്പെടാം. അയ്യോന്നി, അലോവെറ അല്ലെങ്കിൽ കറ്റാർവാഴ, കറിവേപ്പില, നീലാമരി, തുളസിയില, പനിക്കൂർക്ക, പൂവാൻകുരുന്നില, കീഴാർനെല്ലി, ചെറുനാരങ്ങയുടെ നീര്, ചെറിയ ഉള്ളി, നെല്ലിക്ക, കുരുമുളക്, ഉലുവ വെള്ളത്തിൽ കുതിർത്തത്. ഇതാണ് മുയൽ ചെവിയൻ. ചെവിവേദനയ്ക്കും തലവേദനയ്ക്കും ഒരു ഉത്തമ ഔഷധ സസ്യമാണ് മുയൽ ചെവിയൻ. മൈലാഞ്ചി, ചെമ്പരത്തിപ്പൂവ്, ഇവയെല്ലാം തന്നെ നല്ല ആരോഗ്യമുള്ളതും നരയ്ക്കാത്തതുമായ മുടി സ്വന്തമാക്കാൻ സഹായിക്കുന്ന പ്രകൃതിദത്തമായ ഔഷധ സസ്യങ്ങളാണ്. കാച്ചെണ്ണ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ഈ പറഞ്ഞ എല്ലാ ഘടകങ്ങളെല്ലാം ഓരോന്നായി പാത്രത്തിലെടുക്കാം. ഇവയെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലിടാം. അരി കുതിർത്ത വെള്ളം ഉപയോഗിച്ച് വേണം അരച്ചെടുക്കാൻ. അരച്ചെടുത്ത് ഒരു തുണിയിലൂടെ അരിച്ചെടുക്കാം. എന്നിട്ട് ഒരു ബൗളിൽ മാറ്റി വെക്കാം. ഇതിനായി ഒരു ചുവട് കട്ടിയുള്ള പാത്രം അടുപ്പിൽ വെക്കുക. ശേഷം അരിച്ചു വെച്ചിരിക്കുന്ന ഈ മിശ്രിതം ഇതിലേക്ക് ഒഴിക്കാം. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. വെള്ളമെല്ലാം വറ്റി വരുമ്പോഴേക്കും നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ല തിളച്ച് വറ്റുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വെള്ളമെല്ലാം വറ്റി ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ആവശ്യമുള്ള വെളിച്ചെണ്ണ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. ഈ മരുന്നും എണ്ണയുമെല്ലാം നന്നായി യോജിച്ച് നല്ല മൂത്ത് വരണം. എണ്ണ നന്നായി തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എണ്ണ നന്നായി തിളച്ചിട്ടുണ്ട്. നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എണ്ണ വരണം. ഈ ഒരു കൺസിസ്റ്റൻസി. ഓക്കെ. കക്കനെടുക്കുമ്പോൾ അതിങ്ങനെ പൊടിഞ്ഞു വരുന്ന ഒരു പരുവമാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഇത് തണുത്തതിന് ശേഷം ഒരു എയർ ടൈറ്റ് ബോട്ടിലേക്ക് മാറ്റി സൂക്ഷിക്കാം. ഔഷധ സസ്യങ്ങൾ ഉപയോഗിച്ച് കാച്ചെണ്ണ ശീലമാക്കി. കാച്ചെണ്ണ നമ്മൾ തലയിൽ നന്നായി മസാജ് ചെയ്യുക. അതുവഴി നല്ല രക്തയോട്ടവും ലഭിക്കും. മുടി കിളിച്ചു വളരാൻ തുടങ്ങും. ഇതിലുള്ള ഘടകങ്ങളെല്ലാം തന്നെ മുടിക്ക് കറുപ്പ് നിറം നൽകാനും മുടിക്ക് ആരോഗ്യമുള്ളതാക്കാനും സഹായിക്കും.
എന്നെന്നും മുടിക്ക് കറുപ്പ് നിറം ലഭിക്കാനും നല്ല മുടി ആരോഗ്യമുള്ളതാക്കാനും നിങ്ങൾ നാച്ചുറലായ താളി ഉപയോഗിച്ച് മുടി കഴുകാൻ ശ്രദ്ധിക്കും. ഇവയെല്ലാം ശീലമാക്കൂ. നിങ്ങൾക്കും 60 കഴിഞ്ഞാലും നരയ്ക്കാത്ത മുടി സ്വന്തമാക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടെയുള്ള ഫ്രണ്ട്സിനെ ഇയാൾക്ക് ഷെയർ ചെയ്യുക. കൂടാതെ ഈ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.